ഹലോ. അപ്പോൾ ധനുവിനിപ്പോൾ ഒരുപാട് വട്ടമായി ഫോണിൽ ഡ്രീം കേക്ക് കണ്ടിട്ട് അത് വേണം വേണം എന്ന് എപ്പോഴും പറയാറുണ്ട് കേട്ടോ. അങ്ങനെ ഇപ്പോൾ അച്ഛനത് എന്തായാലും ഒന്ന് മേടിച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഞങ്ങൾക്കും ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം എന്ന് തോന്നിയിട്ടാ. എന്താണ് ഇതിൻ്റെ ഒരു ടേസ്റ്റ് എന്നുള്ളത്. എപ്പോഴും ഫോണിൽ നിറച്ചും ഡ്രീം കേക്കാണല്ലോ. അപ്പോൾ എന്നാൽ പിന്നെ ഒരു ഡ്രീം കേക്ക് മേടിക്കാം. 1 കിലോൻ്റെ മേടിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അധികമായില്ല. അതുകൊണ്ട് 1/2 കിലോൻ്റെ മേടിച്ചാൽ മതി എന്ന് വിചാരിച്ച് ഞങ്ങളങ്ങനെ മാംഗോ ബേക്കേഴ്സിൽ എത്തിയേക്കാൻ കേട്ടോ. അപ്പോൾ അവിടെ എത്തിയതും ഡ്രീം കേക്ക് വേണമെന്ന് പറഞ്ഞ താനു ഇപ്പോൾ അവിടെ ഒരു ലോലിപോപ്പിൻ്റെ തന്നെ ഒരു വലിയൊരു സംഭവം ഉണ്ടായിരുന്നു. അപ്പോൾ അത് പലതരം ലോലിപോപ്പുകൾ വെച്ചിട്ട് കേട്ടോ. അപ്പോൾ അത് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഡ്രീം കേക്കിൻ്റെ ഭാഗത്തേക്ക് തന്നെ നോക്കണില്ല കേട്ടോ. അപ്പോൾ ഞങ്ങളിതേ അവിടെ ചോദിച്ചു. ഞങ്ങൾ മാറ്റി വയ്ക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു പീസ് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അത് മാറ്റി വയ്ക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇപ്പോൾ അത് മാറ്റി വെച്ചിട്ടുണ്ട്. അത് മേടിക്കാനായിട്ട് നിൽക്കുകയാണ്. തനു ആ നേരം കൊണ്ട് ഐസ്ക്രീം, ചോക്ലേറ്റ്, പിന്നെ അവിടെയുള്ള എന്തൊക്കെ സാധനങ്ങളുണ്ടോ അതൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ അതൊന്നും വേണമെന്ന് പറഞ്ഞിട്ട് വാശി പിടിക്കുന്നില്ല. അതുകൊണ്ട് ഒരു സമാധാനം, അല്ലെങ്കിൽ ആകെ പെട്ടുപോയേനേട്ടാ. അപ്പോൾ തനുവിൻ്റെ കണ്ണ് എപ്പോഴും ഒരു ലോലിപോപ്പിൻ്റെ ആ ഒരു ഉതുമിക്ക് തന്നെയാണ് കേട്ടോ. കാരണം ആരെയും ആകർഷിക്കുന്ന പോലെയാണ് ലോലിപോപ്പ് അതുമ്പോൾ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പോൾ താഴത്തുനിന്ന് മേലേക്ക് വരെയും തനു ലോലിപോപ്പ് നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. പക്ഷേ ഈ ലോലിപോപ്പ് കാണാൻ തന്നെ ഭംഗിയുള്ളൂ. കഴിക്കാൻ അത്ര ടേസ്റ്റില്ലാന്ന് തോന്നുന്നു. കാരണം തനുവിന് 1-2 വട്ടമൊക്കെ വാങ്ങിച്ച് കൊടുത്തിട്ടുണ്ട്. പക്ഷേ തനു അധികം ഒന്നും കഴിച്ചിട്ടില്ല. കുറച്ച് കഴിക്കുമ്പോഴേക്കും അത് ബാക്കി വെക്കാറാണ് ചെയ്യാറ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇത് കൊട്ട നിറച്ച് ലേസ് കുറേ ഐറ്റംസൊക്കെ ഇരിക്കുന്നത് കണ്ടത് കേട്ടോ. പിന്നെ തനുവിൻ്റെ ലോലിപോപ്പിനേക്കാളും ഇഷ്ടമാണ് തനുവിന് ഈ ഒരു ലേസ് കുറേ സാധനങ്ങളൊക്കെ. അപ്പോൾ പിന്നെ ഒരു ലേസ് എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ പിന്നെ ഏത് ഫ്ലേവർ എടുക്കണമെന്നുള്ള കൺഫ്യൂഷനിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിരിക്കാൻ കേട്ടോ. അങ്ങനെ ഈ ഒരു കുറുകുറേ മതി എന്ന് പറഞ്ഞിട്ട് അതെടുത്ത് കൈക്കലാക്കിയിട്ടുണ്ട്. അങ്ങനത്തെ ഡ്രീം കേക്ക് അച്ഛൻ മേടിച്ച് തനുവിന് കാണിച്ചു കൊടുത്തപ്പോൾ തനുവിന് അതൊന്നും വേണ്ട, എനിക്ക് കുറുകുറേ മതി എന്ന് പറഞ്ഞിട്ട് നിൽക്കാൻ കേട്ടോ. അപ്പോൾ 600 രൂപയുടെ ഡ്രീം കേക്ക് മേടിച്ച് കയ്യിൽ വെച്ചിട്ട് തനുവിന് 10 രൂപയുടെ കുറുകുറേ മതി എന്ന് പറഞ്ഞിട്ടാണ് ഇരിക്കുന്നത്. എന്തെങ്കിലും അവിടെ എന്തായാലും മേടിക്കാമെന്ന് വെച്ചു. കാരണം വീട്ടിലെത്തി കഴിഞ്ഞാൽ ചിലപ്പോൾ കഴിച്ചാലെന്ന് വെച്ചിട്ട് ഞങ്ങളങ്ങനെ മേടിച്ചു. വീട്ടിലേക്ക് പോയി. അപ്പോൾ കുറുകുറേ വണ്ടിയിൽ തന്നെ ഇരുന്ന് കഴിച്ച് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വീട്ടിലെത്തിയപ്പോൾ തന്നെ പിന്നെ അടുത്ത സാധനം ഡ്രീം കേക്ക് ആണല്ലോ. അപ്പോൾ വേഗം തന്നെ ഡ്രീം കേക്ക് ഞാൻ ക്യാമറ കൊണ്ട് വരുമ്പോഴേക്കും വേഗം തന്നെ അത് തുറന്നു കഴിഞ്ഞു കേട്ടോ. ഫോട്ടോ എടുക്കാനൊന്നും പറ്റിയില്ല. അപ്പോൾ പിന്നെ തനുവിന് അത് അപ്പം തന്നെ കഴിക്കണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പിന്നെ അത് കഴിക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ട് അത് എങ്ങനെയാണ് കഴിക്കുക എന്നുള്ളതെന്ന്. അപ്പോൾ അതേപോലെ തന്നെ കഴിക്കാനായിട്ട് നോക്കുന്നു കേട്ടോ. അപ്പോൾ അതിന് ആ ചോക്ലേറ്റിൻ്റെ ലെയറൊക്കെ ഇങ്ങനെ പൊട്ടിച്ചിട്ട് അതിൽ നിന്ന് എടുത്ത് കഴിക്കുന്നുണ്ട്. പിന്നെ താഴത്തു നിന്ന് അങ്ങോട്ട് ഫുള്ളായിട്ട് എടുക്കാനായിട്ട് അതിന് പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ മേലത്തെ ആ ഒരു ഭാഗം മാത്രം എടുത്ത് കഴിച്ചിട്ടുണ്ട്. അങ്ങനെ ഞാനും അതിൽ നിന്ന് കുറച്ചെടുത്ത് കഴിച്ച് നോക്കിയിട്ടോ. സത്യം പറയാമല്ലോ, എനിക്കത് എന്തോ അത്ര ഇഷ്ടപ്പെട്ടില്ല. ചോക്ലേറ്റ് മാത്രം ഉള്ളത് കൊണ്ടാണോ എന്നറിയില്ല. ചില ഡ്രീം കേക്കിൽ ഞാനൊരു വൈറ്റ് ചോക്ലേറ്റും കണ്ടിട്ടുണ്ട്. ഇത് മൊത്തം ഡാർക്ക് ചോക്ലേറ്റിൽ ഞാൻ ഉണ്ടാക്കിയേക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ചോക്ലേറ്റ് കേക്ക് എനിക്ക് അത്ര ഇഷ്ടമില്ല. അപ്പോൾ അങ്ങനെ ചോക്ലേറ്റ് കേക്ക് ഇഷ്ടമില്ലാത്തവർ ചിലപ്പോൾ ഇത് കഴിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അവർക്കും ഇഷ്ടപ്പെടാനായിട്ട് ചാൻസ് കുറവായിരിക്കും കേട്ടോ. അപ്പോൾ ഇത് കഴിച്ചിട്ടുള്ള എല്ലാവരും സൂപ്പറാണ്, അടിപൊളിയാണെന്നാണ് ഞാൻ പറഞ്ഞു കേട്ടിട്ടുള്ളത്. പക്ഷേ എന്തോ ചോക്ലേറ്റ് കേക്ക്, ചോക്ലേറ്റ് പുഡിങ് അങ്ങനത്തെ ഇഷ്ടമില്ലാത്തത് കൊണ്ടായിരിക്കാം എനിക്കെന്തോ ഡ്രീം കേക്ക് അത്ര ഇഷ്ടമായില്ല കേട്ടോ. തനു കുറച്ച് കഴിച്ചു, പിന്നെ അവിടെ വെച്ചു. അപ്പോൾ ഡ്രീം കേക്ക് കഴിച്ചിട്ടുള്ളവരൊക്കെ എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്യണേ. പിന്നെ വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നവരുണ്ടെങ്കിൽ ചോക്ലേറ്റ് ഒന്നും അധികം ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ വെറുതെ വാങ്ങിച്ച് പൈസ കളയാനായിട്ട് നിൽക്കണ്ട കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യണേ.